ഇന്ന് ജൂലൈ 1 കാലവർഷം നമ്മെ പിണങ്ങി നിൽക്കുകയാണ്. എൽനിനോ പ്രതിഭാസമാണ് പസഫിക് ഓഷനിലെ എൽനിനോ പ്രതിഭാസത്തിൻ്റെ ചൂടാണ് കൂടുതലാണ് എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷേ തത്വത്തിൽ കേരളത്തിൽ ജൂലൈ 1 കഴിഞ്ഞ 4 ദിവസം നല്ല മഴ വരും എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമാണ് മഴയുണ്ടായിരുന്നത്. ബാക്കി ദിവസങ്ങളിൽ സീരിയസ് ആയി മഴയില്ലായിരുന്നു. സംസ്ഥാനത്ത് ലഭിക്കേണ്ട 648.2 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടയിടത്ത് 427.3 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമായിരുന്നു ശരാശരി മഴ. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ മഴയില്ല. അതുപോലെ തന്നെ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് ആയിരിക്കും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം ഒഴിവാക്കണം. ഇതൊക്കെ പറയുമ്പോഴും മഴയില്ല. എന്നാൽ ജൂലൈ മാസത്തിലും മഴ കുറയും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന മുന്നറിയിപ്പ്. അവിടെയാണ് നമ്മുടെ ആശങ്ക വർദ്ധിക്കുന്നത്. ഇപ്പോൾ തന്നെ കറണ്ട് കട്ട്, ഈ മഴയുടെ മാസത്തിൽ, മഴയുടെ സീസണിൽ കറണ്ട് കട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജൂലൈയിലും മഴ കുറയുകയാണെങ്കിൽ ഗൗരവമായൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ജലവിഭവ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും ഇവരെല്ലാവരും കൂടി വളരെ ഗൗരവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ സീസണിൽ കുടിവെള്ളത്തിനും പ്രശ്നം വരാം, കൃഷിക്കാവശ്യമായ വെള്ളത്തിനും പ്രശ്നം വരാം. കിട്ടുന്ന മഴയെ പരമാവധി സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തേ കഴിയൂ. മഴവെള്ള സംഭരണമാകട്ടെ, ഭൂജല പരിപോഷണമാകട്ടെ, മഴക്കുഴികൾ മുതൽ തുടങ്ങി ചെറുതും വലുതുമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങളാകട്ടെ, കല്ല് തടയണകൾ, അടിയണകൾ, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ 100 കണക്കിന് ജലസംരക്ഷണ മാർഗങ്ങളുണ്ട്. അവ ചെയ്യേണ്ട സമയമാണ്. കിണർ റീചാർജ് ചെയ്യാനുള്ള വലിയ സാധ്യതയാണ് സംസ്ഥാനത്തുള്ളത്. തൊഴിലുറപ്പിൽ അത് ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രോജക്റ്റുണ്ട്, പൈസയുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. അത് ജനങ്ങളെ പഠിപ്പിച്ച് വ്യാപകമായി കേരളത്തിലെ കിണറുകൾ റീചാർജ് ചെയ്യണം. കാച്ച്മെൻറ്റ് ഏരിയകളിൽ ട്രീറ്റ്മെൻറ്റ് നടക്കണം. അത് വൃഷ്ടി പ്രദേശങ്ങളിലും നീർത്തട പ്രദേശങ്ങളിലും വലിയ പ്രവർത്തനങ്ങൾ നടക്കണം. തൊഴിലുറപ്പുകാരെയും കുടുംബശ്രീക്കാരെയും ഇവരെല്ലാവരെയും മൊബിലൈസ് ചെയ്തുകൊണ്ടുള്ള വളരെ വലിയ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ വൈദ്യുതിക്ക് മാത്രമാണ് നമുക്ക് പ്രതിസന്ധിയെങ്കിൽ, ഡാമുകളിൽ വെള്ളമില്ലാതെ വൈദ്യുതിക്ക് മാത്രമാണ് പ്രതിസന്ധിയെങ്കിൽ, ആ പ്രതിസന്ധി കൃഷിയിലേക്കും കുടിവെള്ളത്തിലേക്കും മാറാൻ അധിക സമയം വേണ്ട. അതേസമയം ശക്തമായ മഴ വരുമ്പോൾ വീണ്ടും ഒരു പ്രശ്നമുള്ളത്, ഈ ഇടയ്ക്കിടയ്ക്ക് ഒട്ടും മഴയില്ലാതിരിക്കുകയും ജൂലൈ 1 മഴ മാറി നിൽക്കുകയും ശക്തമായ മഴ വരികയും ചെയ്താൽ, അതിശക്തമായ മഴ വരികയും ചെയ്താൽ വീണ്ടും അത് പ്രളയത്തിൻ്റെ ഭാഗത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് മഴ ജൂലൈയിലും മാറി നിൽക്കുകയാണ്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലും സാധാരണയേക്കാൾ മഴ കുറയുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എൽനിനോ സാഹചര്യം തുടർന്നുള്ള മാസങ്ങളിൽ ശക്തി പ്രാപിക്കുന്നതിനാൽ മഴയുടെ അളവിലും കുറവുണ്ടായേക്കാം എന്നാണ് വളരെ കൃത്യമായി പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ കേരളത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. നേരത്തെ വരൾച്ചയുടെ കാലത്താണ്, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് നമ്മൾ ദുരിതം അനുഭവിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ജൂൺ, ജൂലൈ മാസങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ജൂലൈ 1 നമുക്ക് ആവശ്യത്തിനുള്ള മഴ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയ പ്രതിസന്ധിയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10-30% കൂടുതൽ മഴ കുറഞ്ഞിട്ടുണ്ട്. ജൂലൈയിലും മഴ കുറയാനാണ് ഇന്നത്തെ നിലയിൽ സാധ്യത. അങ്ങനെ കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ജല പ്രതിസന്ധിയിലേക്ക് പോയേക്കാം.